കാഡ്സ് ഗ്രീൻ ഫെസ്റ്റിവലിന് ഈ മാസം 22-ന് തുടക്കമാകും. കാഡ്സ് വില്ലേജ് സ്ക്വയറിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പി.ജെ. ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യും. വിത്തുകളും നടീൽ വസ്തുക്കളും കർഷകരിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കാഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ പറഞ്ഞു. മേടമാസത്തിലെ 10ാമതയോടനുബന്ധിച്ച് കാഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവം ഏപ്രിൽ 22-ന് ആരംഭിക്കും. കൃഷി ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയത്ത് വിത്തുകളും നടീൽ വസ്തുക്കളും കർഷകരിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് കാഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിലിക്കൽ പറഞ്ഞു. വെങ്ങല്ലൂർ മങ്ങാട്ടുകോല ബൈപ്പാസിലുള്ള കാഡ്സ് വില്ലേജ് സ്ക്വയർ അങ്കണത്തിലാണ് വേദി ഒരുക്കിയിട്ടുള്ളത്. 10ാമതയോടനുബന്ധിച്ച് ആ ഒരു കാർഷിക സംസ്കാരത്തെ ഒന്നുകൂടി എപ്പോഴും പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 22 മുതൽ 10ാമതയോടനുബന്ധിച്ചുള്ള വിത്ത് മഹോത്സവവും അനുബന്ധമായുള്ള പരിപാടികളും കാഡ്സ് വില്ലേജ് സ്ക്വയറിൽ ആരംഭിക്കുക. 22-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ ഗ്രീൻ ഫെസ്റ്റിന് തുടക്കം കുറിക്കുന്നത്. ആഘോഷ പരിപാടികൾ എന്നുള്ള നിലയിൽ സെമിനാറുകളും മെഡിക്കൽ ക്യാമ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഉൾപ്പെടെ 5 ദിവസം വിപണന മേളയും കൂടി 5 ദിവസവും, എന്നാൽ തുടർന്ന് ഏതാണ്ട് മെയ് 17-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വിത്തുത്സവമാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 22-ന് വൈകിട്ട് 5-ന് കാഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പി.ജെ. ജോസഫ് എം.എൽ.എ. ഗ്രീൻ ഫെസ്റ്റിന് തിരിതെളിക്കും. സൗജന്യ ഇളനീർ തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിക്കും. തരിശായി കിടക്കുന്ന കൃഷിഭൂമി ഏറ്റെടുത്ത് ശാസ്ത്രീയവും വാണിജ്യ പ്രാധാന്യമുള്ളതുമായ കൃഷി ഇറക്കുന്ന ഹരിതം മധുരം പദ്ധതിയുടെ ഉദ്ഘാടനം ഫാദർ സ്റ്റാൻലി കുന്നിൽ നിർവഹിക്കും. കാലി വളർത്തലിൽ മികവ് തെളിയിച്ച കുട്ടി കർഷകൻ മാത്യു ജോർജിനെ തൊടുപുഴ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ജി. രാജശേഖരൻ ആദരിക്കും. കൃഷി ലാഭകരമാക്കാനുള്ള സാധ്യതകൾ തേടിയുള്ള സെമിനാറുകളും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ക്യാമ്പുകളും 80% വരെ സബ്സിഡി ലഭിക്കുന്ന കാർഷികോപകരണങ്ങളുടെ പ്രദർശനവും പെരുമ്പളം ശ്രീകുമാറിന്റെ ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ ശേഖരവും ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടൻ ഭക്ഷ്യമേളയും ഗ്രീൻ ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും. കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിന് ചിൽഡ്രൻസ് പാർക്കും ഇലക്ട്രിക് കാറുകളും ബൈക്കിൽ സൗജന്യ യാത്രയും ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ ഗാർഹിക മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള യൂണിറ്റുകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. 30ഓളം വിപണന സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓർക്കിഡ്, ആന്തൂറിയം, ഇൻഡോർ പ്ലാന്റ് എന്നിവയുൾപ്പെടെ 10,000-കണക്കിന് ഫലവൃക്ഷ തൈകളും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറി തൈകളും ജൈവവളങ്ങളും കാർഷികോൽപ്പന്നങ്ങളുമാണ് മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളതെന്നും ചെയർമാൻ പറഞ്ഞു. ഗ്രീൻ ഫെസ്റ്റ് നഗരിയിലേക്കുള്ള പ്രവേശനവും സെമിനാർ, മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യമാണ്. മേളയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു കറിവേപ്പിൻ തൈ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പച്ചക്കറി വിത്ത് സമ്മാനമായി നൽകും.